ഇന്നലെയുടെ തുടർച്ചയാണല്ലോ ഇന്നിൻ്റെ തുടർച്ചയാണ് നാളെയും. അപ്പോൾ ഇന്നലെ നന്നായാൽ മാത്രമേ ഇന്ന് നന്നാവുള്ളൂ, ഇന്ന് നന്നായാൽ മാത്രമേ നാളെയും നന്നാവുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് കുന്തമാണ് ഈ പറയണമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ എന്താ ഈ പറഞ്ഞത്. അപ്പോൾ എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നലെ ഒരു 3:30 മണി 4 മണി തൊട്ട് നമ്മുടെ സ്ഥലത്തൊന്നും കറണ്ടില്ല. കറണ്ട് വന്നപ്പോൾ തന്നെ 6 മണിയായി. ഇപ്പോഴത്തെ കാര്യം പറയാൻ വേണ്ടൊരു ചൂട് കാരണം വീട്ടിനകത്ത് ഇരിക്കാനേ പറ്റിയില്ല. അങ്ങനെ 6 മണിയൊക്കെ ആയപ്പോൾ കറണ്ടൊക്കെ വന്ന് പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഒരു 9 മണി വരെയും വേറെ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കാനുള്ള അപ്പത്തിനുള്ള അരി വെള്ളത്തിൽ ഇട്ടിരിക്കുകയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ അമ്മ. അപ്പോൾ ഞാൻ ഒരു 9 മണി 10 മണിയൊക്കെ ആയിട്ടാണ് സാധാരണ അരിയാട്ടി വെക്കാറ്. പക്ഷേ അപ്പോഴേക്ക് കറണ്ട് പോയി. പിന്നെ ഒന്നിനും പറ്റിയില്ല, അരിയാട്ടാനൊന്നും പറ്റിയില്ല. പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 9 മണിക്ക് പോയ കറണ്ട് വന്നപ്പോഴേക്കും 9:30 തോന്നുന്നു. കറണ്ട് വന്നപ്പോഴേക്കും 10 മണി കഴിഞ്ഞ്. അങ്ങനെ ആ അരി അതോടെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇതൊരു തുടർച്ചയായിട്ട് മാറി. ഒരു 10 മണി കഴിഞ്ഞ് കറണ്ട് വന്ന് 10:10 വീണ്ടും കറണ്ട് പോയി. പിന്നെ വരുന്നത് 10:30 കറണ്ട് വന്നിട്ട് വീണ്ടും ഒരു 10:40 ആകുമ്പോൾ വീണ്ടും കറണ്ട് പോകും. പിന്നെ 11:15 വരുള്ളൂ. അങ്ങനെ ഇന്നലത്തെ ഉറക്കവും ശരിയായില്ല. ചൂട് കാരണം സഹിക്കാനും വയ്യ. അതിൻ്റെ ഇടയിൽ കൂടെ കൊതുവും. അയ്യോ, പിന്നെ ഒരു 2 മണി കഴിഞ്ഞിട്ട് എന്തോ ആണ് കറണ്ട് നേരെയെങ്കിലും വന്നതെന്ന് തോന്നണം. പിന്നെയാണ് ഒത്തിരിയെങ്കിലും ഞങ്ങൾ ഉറങ്ങിയത്. കേശു സഹിതം ഉറങ്ങിയില്ല. മോനും ഭയങ്കര ചൂടായിട്ട് എന്തമ്മേ ഇങ്ങനെ കറണ്ട് പോകണമെന്ന് മോനും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ അരി ആട്ടി വെക്കാമെന്ന് വിചാരിച്ച് അരി ആട്ടി വെച്ച് ഈസ്റ്റും കൂടെയൊക്കെ ഇട്ടൊന്ന് വെച്ചാൽ 1.5 മണിക്കൂറാകുമ്പോഴേക്ക് അതങ്ങ് റെഡി ആവുമല്ലോ. അപ്പോഴേക്കും അപ്പം ചൂടാം. അപ്പോൾ അപ്പവും ചമ്മന്തിക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത്. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ അരി ആട്ടി വെച്ച്. അപ്പോൾ അരിയും ആട്ടി വെച്ച് ഇന്നലെ പാത്രവും കഴുകിയില്ല. പിന്നെ ഇവിടെ വെള്ളവും ഇല്ല. വെള്ളം ഇപ്പോൾ 2 ദിവസമായി വെള്ളം കിട്ടിയിട്ട്. വെള്ളവും ഇല്ല, കറണ്ടും ഇല്ല. ആകെപ്പാടെ നല്ല സമയമാണ് നമുക്ക്. അങ്ങനെ പാത്രങ്ങളും ഉണ്ട് കഴുകാനായിട്ട്. അങ്ങനെ ഞാൻ പാത്രങ്ങളുമൊക്കെ കഴുകി അരിയൊക്കെ ആട്ടി വെച്ചപ്പോഴേക്കും അമ്മ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് നമ്മുടെ ആ ഒരു സമയത്തിനനുസരിച്ച് എന്തും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഇനി കുറച്ച് ഈസ്റ്റും കൂടെ ഇട്ട് കുറച്ച് മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള മാവിൽ മാത്രം ഈസ്റ്റ് ഇട്ട് മാറ്റി വയ്ക്കുകയാണ്. ബാക്കി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും മാവ് പുളിച്ചിരിക്കുമല്ലോ. പിന്നെ ഇന്ന് ഒരുപാട് തിരക്കുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മാവൊക്കെ കലക്കി വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ചമ്മന്തിക്കറി അരയ്ക്കാനുള്ള തേങ്ങ തിരിവി വെച്ചിട്ടാണ് നേരെ ഇനി കുറേ ക്ലീനിങ് പരിപാടികളുണ്ട് അതിലോട്ട് വന്നത്. അപ്പോൾ ചമ്മന്തിക്കറിയൊക്കെ അമ്മ ആക്കിക്കോളും. മോൻ്റെ ബർത്ത്ഡേ വരെയല്ലേ, ബർത്ത്ഡേ ആണോ കല്യാണമാണോ എന്ന് അറിഞ്ഞൂടെ. അതുപോലെയായി ഇപ്പോൾ ഓരോന്ന് കാണുന്നവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് എൻ്റെ ബർത്ത്ഡേ ആണ്, വരണമെന്നൊക്കെ. അങ്ങനെ ഇനി വീട് മൊത്തം ഒന്ന് അടിച്ച് നനച്ച് വൃത്തിയാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഷോക്കേസ് തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഷോക്കേസിൻ്റെ കോലം കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ ഷോക്കേസിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് മറ്റേ എന്ത് പറയാണ്ട് ബോർഡ് പോലെ കേശുക്കുട്ട എന്തൊക്കെ അക്ഷരങ്ങൾ പഠിക്കും അതെല്ലാം അവിടെ എഴുതി വെച്ചോളും. ഇപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ഷോക്കേസൊക്കെ ഇരിക്കുന്നത്. ബലൂണൊക്കെ കിട്ടി വരുന്നത്. ബലൂണൊക്കെ എല്ലാം കെട്ടാനുള്ളതാണ്. കട്ടിലിന്റെ അടി അവിടെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? മക്കൾ അവിടെയൊക്കെ തൂര്. അയ്യോ എൻ്റെ പൊന്ന മക്കള് തൂക്കണ്ട, തുറപ്പയും കൊണ്ട് കയറട്ടെ, വീഴും. കേശു അമ്മ ചെയ്തോളാം, നീ അവിടെ ലൈറ്റിലൊക്കെ തട്ടല്ലേ. വലിയ തൂപ്പുകാരൻ വന്നേക്കണ്. ഇറങ്ങി വാ. നീ തുടക്കണ്ട, എനിക്കറിയാം തുടക്കാൻ. ഓടി അങ്കൻവാടി പോ. അപ്പോൾ ഷോക്കേസ് ഫുള്ള് കേശു കണ്ടല്ലേ, ഷോക്കേസ് ഫുള്ള് അമ്മ ക്ലീൻ ആക്കി ഇട്ടിരിക്കുകയാണ്. കണ്ട, ഇനി ഒരു സാധനങ്ങൾ അതിലെടുത്ത് വെക്കരുത് കേട്ടാ. എവിടെ കയറണത്? അപ്പോൾ
കേശുവിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു ഈ സ്പേസ് ഫുൾ. അതിനിപ്പോൾ കേശുവിനെ കൂടി ഇറക്കിയിട്ട് മൊത്തം തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോക്കേസിൽ എപ്പോഴും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ട് എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ മുന്നേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് ആ സമയത്ത് ഷോക്കേസിനകത്തും ഈ പെയിൻ്റ് അല്ലായിരുന്നു, ആ ഒരു ഗ്രീൻ കളർ നമ്മുടെ ഈ ചെവരിലൊക്കെ അടിച്ചിരുന്ന ആ സെയിം പെയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ പേപ്പർ ഉണ്ടല്ലോ, അങ്ങനെ എന്തോ പറയുന്നത്, ആ ഒരു ബ്ലാക്ക് പേപ്പർ ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെയാണ് ഓരോ സംഭവങ്ങളൊക്കെ വെച്ചിരുന്നത്. പിന്നെ ഇതിപ്പോൾ റിനോവൽ ചെയ്ത സമയത്താണ് പിന്നെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചത്. ബ്ലാക്ക് പെയിൻ്റ് അടിച്ചപ്പോൾ ഇപ്പോൾ അത് അതിനേക്കാളും വിനയായി. ക്യാഷ് ഫുള്ള് അതിലാണ് ഇപ്പോൾ പണിയണത്. പിന്നെ ഇതാ എൻ്റെ ബുക്സുകളുണ്ട്. പിന്നെ കുറേ ബുക്സ് ഇതാ ഇങ്ങനെ ഷോക്കേസിൽ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഞാൻ ആദ്യം വാങ്ങിച്ച ബുക്കായിരുന്നത്, AC ഇംഗ്ലീഷ് മാസ്റ്റർ. വാങ്ങിച്ച സമയത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ. പിന്നെ ഇതുവരെ ഇത് കൈ കൊണ്ട് എടുത്തിട്ടില്ല. പക്ഷേ കേശുവിന് എപ്പോഴായാലും ഇതിൻ്റെ ആവശ്യം വരുമല്ലോ. അപ്പോൾ അതിവിടെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഭാഗവതം, ഇതൊക്കെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. ഒരു ബുക്ക് ഇങ്ങനെ വിൽക്കുന്ന ഒരാൾ വരുമായിരുന്നു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, ഇതുപോലുള്ള എല്ലാ ബുക്കുകളും കൊണ്ടുവരും. അങ്ങനെ അപ്പം വാങ്ങിച്ചതാണ് ഈ ഭാഗവതം. പണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഭാഗവതം വായിക്കുമായിരുന്നു. അങ്ങനെ കുറേ നാൾ വായിച്ച സമയത്ത് എൻ്റെ അമ്മയും ഇവിടുത്തെ അമ്മയൊക്കെ പറഞ്ഞു, അങ്ങനെ നീ ഇപ്പോഴും ഭാഗവതം വായിക്കേണ്ട, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അന്ന് നിർത്തിയതാണ് ഭാഗവതം വായിക്കാനായിട്ട്. പിന്നെ ഇത് അതിനുശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല. എല്ലാം ഇങ്ങനെ ഈ ഷോക്കേസിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുമ്പോൾ ഒരു ഭംഗി അതിനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗരുഡ പുരാണമുണ്ട്. പിന്നെ ഒരു ഖുറാനുണ്ട്. അപ്പോൾ ഇതും ഗീതയൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ ഗീത വാങ്ങിച്ച സമയത്ത് ഖുറാനും ബൈബിളും വേണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അയാളെ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ഖുറാൻ. വലിയ ബുക്കാണ്, കണ്ടില്ലേ? ഖുറാനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുക്ക്. പൊടി നോക്കിയാണ്, ഭയങ്കര പൊടി. പിന്നെ ഒരു ബൈബിളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയതല്ല, ഇത് നമുക്ക് ചേട്ടനൊരു ഫ്രണ്ട് കൊടുത്തതാണ്. നമ്മൾ കുറേ അന്വേഷിച്ച് കിട്ടിയ ബുക്കാണിത്, ഈ ബൈബിള്. പിന്നെ ഭഗവത്ഗീതയുണ്ട്. അപ്പോൾ ഗീത വാങ്ങിയപ്പോഴാണ് വിചാരിച്ചത് ഒരു ബൈബിളും ഒരു ഖുറാനും കൂടെ വേണമെന്ന്. അപ്പോൾ പിന്നെ അത് മൂന്നും കൂടെ ഒരിടത്ത് തന്നെ വെച്ചിരിക്കും. ഗീത ഇങ്ങനെ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗീത നമുക്ക് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ അവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് നമ്മുടെ ആ ഒരു സിറ്റുവേഷനുള്ള ആൻസർ ആ ഭാഗത്ത് ഉണ്ടായിരിക്കും എന്നാണ് പറയണത്. ഞങ്ങളിങ്ങനെ ഞാനും ചേട്ടനൊക്കെ ചില സമയത്തൊക്കെ അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ ഒരു രാമായണം, ഇത് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബുക്കാണ്, കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേഷമൊക്കെ കണ്ടില്ലേ, ഇത് നല്ല പഴയതായി. ആദ്യമേ ഇവിടെ പണ്ട് തൊട്ടേ ഉള്ളൊരു ബുക്കാണ് രാമായണം. ചേട്ടൻ വാങ്ങിച്ചതാ? ചേട്ടൻ വാങ്ങിച്ച ബുക്കാണ് ഈ രാമായണം. ഇത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കി ഇതാ ഇത്രയും ബുക്സ് ഞാൻ വാങ്ങിയതായിരുന്നു. പിന്നെ ഒരുപാട് വാങ്ങിച്ച് വെക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അയാൾ വരാതെ, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും കുറേ ഇതുപോലുള്ള ബുക്സുകൾ വാങ്ങിച്ച് വെക്കുമായിരുന്നു. ഐശ്വര്യം കണ്ടില്ലേ? അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഉപയോഗമുള്ള കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് മിക്കവാറും എടുത്ത് നോക്കും ഇതിലെ കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മൾ ബൈബിളിൽ അന്വേഷിച്ച് നടന്നപ്പോൾ ആദ്യം കിട്ടിയത് ഈ ഒരു പുതിയ നിയമമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുതിയ നിയമം പഴയ നിയമം അങ്ങനെ ഉണ്ടെന്നൊന്നും നമുക്ക് അധികം അറിയില്ലായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് കിട്ടിയത് ഈ ബുക്കായിരുന്നു. പിന്നെയായിരുന്നു ആ ബൈബിള് കിട്ടിയത്. അപ്പോൾ ഇത്രയും ബുക്കുകളാണ് ഇവിടെ സ്റ്റോക്കുള്ളത്. ഇതൊക്കെ കണ്ട, ഇതെല്ലാം ഇവിടെ തച്ച ഉണ്ടാക്കിയതാണ്. ഈ ഒരു ചുമ്മാ. പിന്നെ ഈ ഒരു കൃഷ്ണൻ. അപ്പോൾ ഇവിടെ തച്ചന് ഇങ്ങനെയുള്ള ഈ മരത്തടിയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ, ഇതുപോലുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. ഹാൻഡിക്രാഫ്റ്റ്. ഇതൊക്കെ ഓരോരുത്തർ ചെയ്യാനായിട്ട് വേല ചെയ്യാൻ വേണ്ടി കൊണ്ട് കൊടുത്തതാണ്. ഇതും അങ്ങനെ തന്നെ. ഇതും ഇതേപോലെ തടിയിൽ ചെയ്യാനായിട്ട് ഒരാൾ കൊടുത്തതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെയെല്ലാം നമ്മളിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി അവിടെ ഇറങ്ങി പോകണേ, അവിടുത്തെ വീട് ഇറങ്ങ്, അച്ഛൻ വിളിക്കണം. അപ്പോൾ
വലിയ വലിയ ഒരുപാട് ഇത്രയും വലിയ ഇന്നത്ര ഹൈറ്റിലുള്ള നടരാജ വിഗ്രഹമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്ക് ഇത് തന്നെയായിരുന്നു ജോലി. പക്ഷെ ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇവിടെ പൂജിക്കുന്ന കൃഷ്ണനില്ലേ, അത് കാണിച്ചു തരാം. നമ്മൾ ഈ പൂജിക്കുന്ന കൃഷ്ണനും ഈ ഗണപതിയൊക്കെ ഈ ഒരു ഗണപതിയൊക്കെ ഇവിടുത്തെ അച്ഛൻ ഉണ്ടാക്കിയതാണ്. ഈ കൃഷ്ണൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒറ്റ തടിയിലാണ്. എന്ന് വെച്ചാൽ പൂജിക്കുന്നതെല്ലാം ഒറ്റ തടിയിൽ മാത്രമേ ഉണ്ടാക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ ഈ കൃഷ്ണൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പൂണൂല് കല്യാണം കഴിയാത്ത കൃഷ്ണൻ എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇത് മഹാഗണിയിലാണ് ഉണ്ടാക്കുന്നത്. മരങ്ങളിൽ തന്നെ ഉണ്ട് ദേവഗണോ അസുരഗണോ ഒക്കെ. അപ്പോൾ തേക്കിലൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മഹാഗണിയിലൊക്കെ ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് മഹാഗണിയിൽ ഉണ്ടാക്കിയ ഒരു കൃഷ്ണനാണ്. പൂണൂല് കല്യാണം കുട്ടി കൃഷ്ണൻ, പൂണൂല് കല്യാണം പോലും കഴിയാത്ത കൃഷ്ണനാണ്. പിന്നെ ഇതിനെ എന്തോ അംശിച്ചൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ അളവ് നമുക്ക് നമ്മുടെ ബോഡിക്ക് ഫുള്ള് ഓരോ അളവില്ലേ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു അളവാണ് ഈ ഒരു അളവ്, ഈ അളവാണ് ഈ അളവ്. പിന്നെ നമ്മുടെ ഈ തള്ളവിരലില്ലേ, ഇവിടെ നമ്മൾ ഒരു നൂല് വെച്ച് ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കിയാൽ തിരുവിരൽ ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കിയാൽ ആ കറക്റ്റ് അളവായിരിക്കും നമ്മുടെ ഇത്രയും ഭാഗം. അങ്ങനെ ഓരോന്നിനും ഇതാ കണ്ടത്, ഇവിടെ നിന്ന് ഇതുവരെ ഒരളവായിരിക്കും, ഇവിടെ നിന്ന് ഇതുവരെ ഒരളവായിരിക്കും, ഇവിടെ നിന്ന് ഇതുവരെ. അപ്പോൾ അതേപോലെ അംശിച്ച് ചെയ്ത ഒരു വിഗ്രഹമാണത്. ഇപ്പോൾ അച്ഛൻ ഉണ്ടാക്കിയിരുന്ന ഇതൊക്കെ മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു ഷോക്കേസിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു ഈ ഒരു കൃഷ്ണനും. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്ക് പൂജിക്കാനല്ല ഷോക്കേസിൽ വെക്കാനുള്ളതായതുകൊണ്ടാണ്. ഇതെല്ലാം ജോയിൻ്റാണ്. ഈ ഒരു പീഠം വേറെ, ഇതിപ്പോൾ കൈയൊക്കെ എല്ലാം ജോയിൻ്റാണ് നമ്മുടെയൊക്കെ. മറ്റേത് നമ്മൾ പൂജിക്കാനായിട്ട് ഉണ്ടാക്കുമ്പോൾ ജോയിൻ്റ് ഒന്നും കാണൂല, ഒറ്റ തടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഷോക്കേസിൽ വെക്കാം. ഈ ഫോട്ടോ ഏകദേശം ഒരു പരുവായി, എന്നാലും നമ്മളത് കളയാതെ അങ്ങനെ തന്നെ ഷോക്കേസിൽ വെച്ചിരിക്കുന്നതാണ്. അത് ഇവിടെ വെക്കാം. അതൊക്കെ കളയാനുള്ള മരുന്നല്ലേ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഷോക്കേസിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി അവിടെ ഒരു ലൈറ്റൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ ഇടുമ്പോൾ രാത്രി കുറച്ചും കൂടെ ഒരു ഭംഗി വരും. പിന്നെ ഈ ഒരു സിൽവർ കോട്ടിങ്ങുള്ള ഈ ഒരു വിഗ്രഹം നമുക്ക് പാലുകാച്ചിന് കിട്ടിയതാണ്. പാലുകാച്ചിന് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഷോക്കേസ്. ഇനി എത്ര സമയം ഇങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വയ്യ. പിന്നെ ആ ഒരു കുപ്പിയുടെ കാര്യത്തിലൊരു ചെറിയ പേടിയുണ്ട്. കേശു കൈ വയ്ക്കുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റൂല. ഞാൻ ലൈറ്റും കൂടെ ഇട്ട് കാണിച്ചു തരാം. ഇപ്പം അറിയാൻ പറ്റൂല ലൈറ്റ് ഇട്ടാലും. ഇതാണ് ലൈറ്റ്. പിന്നെ കാപ്പി കുടിച്ചില്ലായിരുന്നു. കാപ്പി ഇതാ കുടിക്കണതേ ഉള്ളൂ. അപ്പോൾ ചമ്മന്തിക്കറിയാണ്. ഇന്നലെ ഫുള്ള് ഇവിടെ കറണ്ടില്ലായിരുന്നു. നമ്മളെ ഈ അരിയിലും 5 മണിക്ക് പോയ കറണ്ടാണ്. അതിങ്ങനെ വന്നും പോയി നിന്നു. 5 മണി തൊട്ട് 5 ഒരു 4:30 മണി തൊട്ട് 6 മണി വരെ കറണ്ടില്ലായിരുന്നു. ചൂടെന്ന് പറഞ്ഞാൽ ദൈവമേ ഭയങ്കര ചൂടാണ്. മുമ്പൊന്നും ഇവിടെ ഇത്ര ചൂടില്ലായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ചുറ്റും ഫ്ലാറ്റ് ആയപ്പോഴേക്ക് ഭയങ്കര ചൂടാണ്. ഇവിടെ ഒരു സമയം ഇരിക്കാൻ പറ്റൂല. ഒരു ഫാനും എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിലൊന്നല്ല, എല്ലാ വീട്ടിലെ അവസ്ഥ അങ്ങനെ തന്നെ. അങ്ങനെ 6 മണിക്ക് വന്നിട്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അത് കുഴപ്പം രാത്രി ഒരു 9:30 മണിയായപ്പോൾ കറണ്ട് പോയി. രാത്രി 9:30 മണി പോയിട്ട് 2 മണി വരെ പോവും വരും, കറണ്ട് പോവും വരും. ആ അവസ്ഥയായിരുന്നു. അങ്ങനെ ഇന്നലെ സത്യത്തിൽ നല്ലപോലെ ഉറങ്ങിയിട്ട് പോകും. ഇതൊക്കെയാണ് അമ്മയ്ക്ക് വാങ്ങിച്ച സാരി. ഇത് രണ്ടും 500 രൂപയുടെ. 550 550 585 ആണ്. അതായത് കണ്ടില്ലേ, ഇതാണ് മെറ്റീരിയൽ, ഓയിൽ സാരി. ഇതേ അമ്മ ഉടുക്കുള്ളൂ. വീട്ടിൽ ഉടുക്കാനായിട്ട് ഇതാണ് സുഖം. വേണ്ട, അതാവുമ്പോൾ അവസാനം ഇതേപോലെ കുഴഞ്ഞ് ഇതേപോലെ നിൽക്കും. അപ്പോൾ ഇതാണ് അമ്മയ്ക്ക് വീട്ടിൽ ഉടുക്കാനായിട്ട് സുഖം. അതുകൊണ്ട് അവർ ആ സാരി മാത്രമേ ഉടുക്കുള്ളൂ. ഞാൻ പോയി വാങ്ങിച്ചാൽ എപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നാലും അത് ഓയിൽ സാരി ആയിരിക്കില്ല. പിന്നെ അത് മാറ്റേണ്ടി വരും. ഇപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് അറിയാം, അമ്മയ്ക്ക് പണി ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നു അല്ലേ. അമ്മ അത് മുറിച്ചല്ലേ, അതിന് തൂണ്ടിരുന്നു. അപ്പൊ മുറിച്ചതല്ലേ. ഇത് വിത്ത് ബ്ലൗസ് ആണ്. ബ്ലൗസ് പീസും ഒക്കെ ഉണ്ട്. ഇതാണ് ഓയിൽ സാരി. അപ്പോൾ അത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ റേറ്റ് ഒക്കെ എത്രയാണെന്ന്. അപ്പൊ ഇത് 550, ഇത് 585 ആണ്. ഇതിന് ബ്ലൗസ് പീസ് ഇല്ലമ്മ. ഇത് കൊള്ളാം കേട്ടോ. ഇത് അമ്മ വെച്ചത്.
നല്ല ഒറ്റ കളറല്ലേ? നല്ല ബ്ലൗസ് അല്ലേ ഇതിൽ? ഈ ബ്ലൗസിന്റെ തുണിയുള്ളൂ, നല്ല ഒറ്റ കളറേ ഉള്ളൂ. വീട്ടിടല്ല ഇത്, ഇങ്ങനെ പുള്ളിയേക്ക് ഇത് അമ്മയുടെ അതിലും കാണും. അപ്പൊ സാരി വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ആ പാവ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞില്ലേ? ഈ സാരികളെല്ലാം അമ്മ തന്നെ വാങ്ങിച്ചതാണ്, മക്കൾ ആരും വാങ്ങിച്ചു കൊടുത്തതല്ല. അപ്പൊ ആ സാരി അമ്മയ്ക്ക് തന്നെ വാങ്ങിക്കണമെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ മോന് ഗുരുവായൂർ ചോറ് ഉടുപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന് പോകുമ്പോൾ കൊടുക്കാനായിട്ടാണ് അമ്മ പറഞ്ഞത്. അപ്പൊ ഇനി എന്തായാലും അത് വിഷു കഴിഞ്ഞ് ചിലപ്പം 2-3 മാസം കഴിയും, അപ്പോഴും വാങ്ങിക്കാന്നാണ് ചേട്ടൻ പറഞ്ഞത്. അല്ലാതെ വാങ്ങിച്ച് കൊടുക്കൂലെന്നല്ല അല്ലേ അമ്മ? അമ്മ എന്നെ അപ്പോഴേക്കും ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കും. ഇതെല്ലാം അമ്മ എന്നെ വാങ്ങിച്ചത്. ഇത് കുറച്ച് കൂടിയതായിരുന്നു. ഇത് 750 രൂപയുടെ സാരിയാണ്. നല്ല സാരി കേട്ടോ ഇത്. ഇതാണ് സാരികൾ. ഇതിൽ കുറഞ്ഞ ഓയിലും ഉണ്ട്, 350 രൂപയ്ക്കൊക്കെ ഉള്ളതും ഉണ്ട്. അത് അത്ര പോരല്ലേ? ഇതാകുമ്പോ കുറച്ച് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന സാരിയല്ലേ, അപ്പൊ കുറച്ച് നല്ലത് എടുത്താൽ കുറച്ച് കാലം നിൽക്കും. ഇതിന് ബ്ലൗസില്ല ഇത് നോക്കിയാ ഇതിലില്ല കേട്ടോ. ഇതിന് ബ്ലൗസ് പീസ് ഇല്ല. മറ്റേ 2 സാരിക്കും എന്താ ഇതാണ് ഉള്ളതിൽ കുറച്ചും കൂടെ കൂടിയത് 750 രൂപ. ഇതിന് ബ്ലൗസ് പീസ് ഇല്ല. അമ്മ ഒരു കാര്യം ജെമോന്റെ ഇടുള്ളൂ, കറുപ്പില്ലെങ്കിൽ മഞ്ഞ ഇട്ടാ മതി. കറുപ്പിട്ടേക്കാളും നമുക്ക് ഈ കളറില്ലേ, മഞ്ഞ കളറില്ലേ, നല്ല കടുമഞ്ഞ, അതായിരിക്കും കുറച്ചും കൂടെ ചേരണം. അതിൽ കറുപ്പിട്ടാലും മതി. സാരി മടക്കുന്നതിനൊക്കെ ഒരു പാടുള്ള ജോലി വേറെ ഇല്ല, നമുക്ക് പോയ പാടാണ്. ഇപ്പൊ ഇത് വടി പോലെ ഇരിക്കണമെങ്കിലും കഴുകുമ്പോഴേക്കും ഇതുപോലെ കുഴഞ്ഞതാകും. അപ്പൊ അതാണ് വീട്ടിലെടുക്കാനായിട്ട് സുഖം. കറക്റ്റ് ബ്ലൗസ് ഇട്ടോണം. അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? സാരിക്ക് തോന്നുന്ന ബ്ലൗസ് ഇടും. അവർക്ക് അങ്ങനെ കറക്റ്റ് ബ്ലൗസ് ഒന്നുമില്ല. അമ്മ ഇത് കറക്റ്റ് ബ്ലൗസ് ഇടണം. ഇപ്പൊ വാങ്ങിച്ചതില് ഇതിപ്പോ വാങ്ങിച്ചത് കിട്ടൂലല്ലേ? കിട്ടൂല. ഇത് ചേരൂല. ഇത് ചേരുമോ? ഇത് നല്ലത്. അല്ല, ഈ കറുപ്പിന് മഞ്ഞ നല്ലത്. ഓ, ഇത് ചേരും. ഇല്ലെങ്കിൽ കറുത്ത ബ്ലൗസ് ഇടും. അത് കുറച്ചും കൂടെ ഇറച്ചി നിൽക്കും. വീട് മൊത്തം ഒന്ന് ക്ലീൻ ആക്കണം. നമ്മളിനി എത്രയൊക്കെ തൂത്ത് തുടച്ചിട്ടാലും നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോഴേക്കും ഒരുപാട് പൊടിയും സംഭവങ്ങളൊക്കെ കാണും. അപ്പോൾ ഹാളും നമ്മുടെ ഡൈനിങ് റൂമും കൂടെ ഒന്ന് ശരിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് ബാക്കി ഇനി അപ്പുറത്ത് ചേച്ചീനെ, കുഞ്ഞുമോൾ ചേച്ചിയെ കൂടെ വിളിച്ചിട്ടുണ്ട് ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് സഹായത്തിന്. അപ്പോൾ ചേച്ചിയും കൂടെ വന്നിട്ട് നാളെ ഇനി വീടിൻ്റെ അകവും പുറവും എല്ലാം വൃത്തിയാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇന്ന് ഞാൻ എല്ലാമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ജോലി ഒരു ദിവസം ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് വയ്യാണ്ടാവണത്, നമ്മൾ കിടപ്പായി പോണത്. അപ്പോൾ കുറേശ്ശെ കാര്യങ്ങൾ തീർത്താൽ 1-2 ദിവസം കൊണ്ട് തന്നെ എല്ലാം ഒന്ന് ഒതുക്കാനായിട്ട് പറ്റും. ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ കുത്തിക്കയറ്റി വയ്ക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ സ്റ്റിയറിൻ്റെ അടി. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളതായിരുന്നാലും ഇല്ലാത്തതായിരുന്നാലും നേരെ കൊണ്ടുവരും, ഉടനെ ഇതാ ഈ സ്റ്റിയറിൻ്റെ അടിയിൽ തള്ളിക്കയറ്റി വയ്ക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഡംപ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. കൂടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇതാ ഹെൽമെറ്റ്, ചെരുപ്പുകൾ, പിന്നെ നമുക്ക് ചെരുപ്പ് പുറത്തിടാനായിട്ട് പറ്റില്ല. പട്ടി കൊണ്ടുപോകുന്നത് ചെരുപ്പ് അത്രയും എടുത്തതിൻ്റെ ഇടയിലിടും. അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ സ്റ്റേറിൻ്റെ. അങ്ങനെ അതൊക്കെ ഇതാ കുറേ വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ കവറിൽ വാരി തീ ഇടാനൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ബാക്കിയുള്ളതും കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ തൂത്തെടുത്തും കൂടെ ആക്കാണ്ട് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട കവറിലോ അല്ലെങ്കിൽ ഇങ്ങനെ വാരി കളഞ്ഞാൽ അതാണ് എളുപ്പം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ വൃത്തിയാക്കി എടുത്ത് ഇതെല്ലാം തൂത്തുകൊണ്ടിട്ടിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പൈപ്പ് വെള്ളമില്ല. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി അങ്ങോട്ട് ചൂട് കൂടിക്കഴിഞ്ഞാൽ മിക്കവാറും പൈപ്പ് പണി തരും, വെള്ളം കാണൂല.
ഇതിപ്പോൾ 2 ദിവസമായി വെള്ളം നിന്നിട്ട്. പിന്നെ വെള്ളം വന്നാലും സ്പീഡ് കാണൂല. സ്പീഡ് കാണാത്തതുകൊണ്ട് ടാങ്കിൽ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി എപ്പോഴെങ്കിലും ആയിരിക്കും ടാങ്കിൽ വെള്ളം കയറുന്നത്. ഇപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ പറയണത് ഇനി 3 ദിവസം കൂടുമ്പോഴേ വെള്ളം വരുവുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ പണി കിട്ടും. പിന്നെ ഇപ്പം വീട്ടിൽ കിണറുള്ളത് കൊണ്ട് കുളിയും നനയൊക്കെ അങ്ങോട്ടാക്കാം. ബാക്കിയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടത. എല്ലാത്തിലും വെള്ളം ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഉണ്ട്. പിന്നെ ഇതിലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കലത്തിലുള്ള വെള്ളം ഇന്നത്തെ കാര്യങ്ങൾക്കൊക്കെ എടുത്തപ്പോഴേക്കും, അടുക്കളയിലെ കാര്യങ്ങൾക്ക് എടുത്തപ്പോഴേക്കും കലത്തിലെ വെള്ളം തീർന്നു. നമുക്ക് പക്ഷെ 1000 ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ട്. 502 ടാങ്ക് മുകളിലുണ്ട്. അതിപ്പോൾ കുറേ നാളായി ക്ലീൻ ചെയ്തിട്ട്, ഒരു 4-5 മാസമെങ്കിലും. അതുകൊണ്ട് ഇപ്പോൾ ആ വെള്ളം കുടിക്കാനായിട്ട് എടുക്കാനായിട്ട് ഒരു മടി. ബാക്കിയൊക്കെ നമുക്ക് കുളിക്കുന്നതാണെങ്കിൽ ബാക്കി എല്ലാത്തിനും ആ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി എന്താവുമെന്ന് അറിഞ്ഞൂടാ. അങ്ങ് പുല്ലുകാട് മുകളിലോട്ടൊന്നും വെള്ളം കയറണതേ ഇല്ലെന്ന് പറയുന്നത്. നമുക്ക് ഇത്രയെങ്കിലും വെള്ളം കിട്ടുന്നുണ്ട്. പിന്നെ കിണറുകളൊക്കെ ഏകദേശം കിണറൊക്കെ വെള്ളം വറ്റി എന്നൊക്കെയാണ് അറിയാനായിട്ട് പറ്റും. ചൂട് ഇപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും കൂടിക്കൊണ്ടിരിക്കണമെന്ന് പറയല്ലേ. ഇനി കൂടി അടുത്ത പ്രളയത്തിനാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല വേദനയായി. പിന്നെ ഇന്നിന് ഉച്ചയ്ക്കുള്ള ആഹാരം വെക്കലും കാര്യങ്ങളൊന്നുമില്ല. ഉച്ചയൂണ് ചേട്ടൻ കടയിൽ നിന്ന് എടുത്തോണ്ട്, ഹോട്ടലിൽ നിന്ന് ഊണെടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു. എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് നടക്കൂലല്ലോ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയാലേ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി കടയിൽ പോകണം, കടയിൽ പോകാതിരിക്കാനായിട്ട് പറ്റൂല. അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് കുറച്ച് 2-3 ദിവസം ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഓൺ വോയിസിൽ വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. ഇപ്പോൾ കുറേ നാളായി ഓൺ വോയിസിൽ എടുത്തിട്ട്. അപ്പോൾ ചെറിയൊരു മടിയും ഉണ്ടായിരുന്നു. പിന്നെ ഇനി എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുക്കാനായിട്ടുള്ള ടൈമില്ല. അപ്പോൾ കേശുവിൻ്റെ ബർത്ത്ഡേ അപ്ഡേറ്റ് എല്ലാ ദിവസവും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇത് അമ്പലത്തിലെ നോട്ടീസും കാര്യങ്ങളൊക്കെയാണ്. ഉത്സവമൊക്കെ കഴിഞ്ഞല്ലേ. അപ്പോൾ കേശുവിനും അറിഞ്ഞൂടെ. മോൻ എന്തെന്ന് വെച്ചാൽ ചുമ്മാ അതിനെ എടുത്തിട്ട് ചവിട്ടയും എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ഉത്സവങ്ങൾ അത്രയും ഇതേപോലെ അങ്ങെടുത്ത് കത്തിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം മണി 11 ആവാറായി. അപ്പോൾ കത്തിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കണം. നല്ല ഒന്നാമതറിയാമല്ലോ, നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. ഇനി അങ്ങോട്ട് പോയാൽ എല്ലാം ഉണങ്ങിയൊക്കെ കിടക്കുകയില്ല. അപ്പോൾ ഇനി അങ്ങോട്ടായിട്ട് പോയാൽ എല്ലാത്തിലും കത്തി പിടിക്കുമെന്ന് പേടിച്ചിട്ട് തീയിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ കത്തി തീരട്ടെ. നമ്മൾ കോഴിക്കുഞ്ഞ് പാവയിൽ ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ ഈ പറയും പോലെ ചാവേ ഇല്ല, കട്ടിൽ ഒഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഇതിനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞുകൂടാ. ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങ് കൊടുക്കാമായിരുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ, ഞങ്ങളങ്ങ് തന്നേക്കാൻ ഈ ഒരു കോഴിക്കുഞ്ഞിന്. ഇത് മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ കേശു ചെയ്ത പണിയാണ്. അതിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത്. അതാണിങ്ങനെ അത്. അപ്പോൾ ഇവിടെയൊക്കെ ഒട്ടാണ്, തലയൊക്കെ വെള്ളം വീണിട്ട്. ഒറ്റയ്ക്കായപ്പോൾ ആൾക്ക് ഒരു ഉഷാറില്ലതാണ്. കഷ്ടം. പിന്നെ ഞങ്ങളെ ചോക്ലേറ്റ് മുളക് ഉണ്ടല്ലേ, അത് കാച്ചു തുടങ്ങി. കേശു കാണാതെ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇന്നലെ കണ്ട സമയത്ത് ഓടി വന്നത് എന്തോന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു മറ്റേ വീട്ടിലുണ്ടല്ലോ, ആ ഒരു വീട്ടിൽ പച്ച വീട്ടിൽ ഇതിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര പേടിയാണ് കേശുവിന് വീട്ടിലിന്. അതുകൊണ്ട് ഇട്ടിട്ട് ഓടി. അപ്പോൾ അതാ 2-3 മുളകൊക്കെ വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗി. ഇനി ഇതിനെന്തായാലും ആദ്യം വന്ന മുളവിന് വിത്തിനായിട്ട് തന്നെ അങ്ങ് നിർത്തിയിരിക്കണം. അപ്പോൾ എപ്പോഴും ആദ്യം കായ്ക്കണത് വിത്തിനെടുക്കണതാണ് എപ്പോഴും നല്ലത്. അത് നല്ല എന്താ പറയാനായിട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും സംഭവം. ഇനി ഇവിടെ ഒരു തൈ നിൽപ്പുണ്ട്, ഒരു തൈ നിൽപ്പുണ്ട്. ഇനി ഇത്രയും കൂടെ ഉണ്ട്. പിന്നെ ഞാൻ ഒരെണ്ണത്തിനെ എടുത്ത് താഴെ നട്ടതാണ്. തറയിൽ നട്ടത് അത്രയ്ക്ക് വലിയ ഇതൊന്നും ആവണില്ല. അതിൽ പഴത്തുലിയും മുട്ടത്തോടും ഒക്കെ ഇട്ട് കയ്യിൽ നോക്കിയാണ് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. പിന്നെ ഈ ഒരു സംഭവം പറയില്ലേ, ഇതിന് ഞാൻ ഒടിച്ച് കളഞ്ഞതാണ്. അത്രയും വരാത്തതുകൊണ്ട് കറിവേപ്പില. അപ്പോഴേക്കും ഇപ്പം നോക്കിയപ്പോൾ വീണ്ടും നന്നായിട്ട് തിളുത്ത് വരണുണ്ട്. നല്ല തിളുത്ത് കയറിയാൽ മതിയായിരുന്നു. ഞാൻ പോട്ടെന്ന് വെച്ചാൽ അങ്ങനെ ഇനി അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഒടിച്ച് കളഞ്ഞത്. എത്രയൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ് പിന്നെ എന്ത് ചെയ്യും. അപ്പോൾ നോക്കിയപ്പോൾ ആൾ വീണ്ടും തിളുത്തൊക്കെ വരണുണ്ട്. പിന്നെ നമ്മളെ പച്ചച്ചീര ഉണ്ടല്ലേ, ഒടിക്കും തോറും നല്ല സ്ട്രോങ് ആയിട്ട് ആൾ വരണുണ്ട്. പിന്നെ വെള്ളക്കാന്താരി നിറയെ കാച്ചി നിൽപ്പുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു കറിവേപ്പില നട്ടിട്ടുണ്ട്. അതും ഇപ്പോൾ പ്രശ്നമില്ലാണ്ട് വരെയാണ്. അവിടെ തീ ഇട്ടെടുത്ത് എന്തൊക്കെയോ പൊട്ടിത്തെറി സൗണ്ടൊക്കെ കേൾക്കും. ഇനി കേശുവിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പോൾ കേശുവിന് ഈ പറഞ്ഞതുപോലെ കോട്ട് സൂട്ട് ഒന്നും എടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ എടുത്തിട്ട് അത് നമ്മൾ ആ സമയത്ത് മാത്രമേ ഇടുള്ളൂ. പിന്നീട് പിള്ളേർക്ക് അതുകൊണ്ട് ഉപയോഗമില്ലല്ലോ. നമ്മൾ എല്ലാ ദിവസവും ഫംഗ്ഷന് പോകാൻ അങ്ങനെ ഒന്നുമില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി എടുത്തിട്ടപ്പോഴേക്ക് കേശുവിന് അത് ചെറുതായിപ്പോയി. പിന്നെ നമുക്ക് വലുത് നോക്കി എടുക്കാനും പറ്റില്ല, കറക്റ്റ് അളവിന് എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴും പർച്ചേസിന് പോയപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, മോനെ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും വേണ്ട, സാധാ നോർമലായിട്ട് അവൻ എപ്പോഴും ഇടാൻ പറ്റിയത് മാത്രം മതിയെന്ന്.
അങ്ങനെ അപ്പോൾ ഇതൊന്ന് കണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് മോന് വാങ്ങിയ ഷൂ. അപ്പോൾ ഇതെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് അമ്മയുടെ അലമാരയിൽ വെച്ചിരിക്കുകയാണ്. ഈ കാർഗോ പാൻറ്റാണ് മോന് വാങ്ങിയത്, അല്ലാണ്ട് 2-3 പാൻറ്റ് മോനുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ പാൻറ്റുകളുണ്ടല്ലോ, ഈ പട്ടാള മോഡൽ പോലെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് മോന് പാൻറ്റ് എടുത്തത്. പിന്നെ ഇതാണ് അതിൻ്റെ കൂടെ ഇടാനുള്ള ബനിയൻ. കണ്ടില്ലേ, നോർമൽ സിമ്പിൾ ഡ്രസ്സാണ് മോൻ എടുത്തത്. നമ്മൾ കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ ഒരുപാട് ആഡംബരം കാണിച്ചിട്ട് കാര്യമില്ല, ഫുള്ളി വേസ്റ്റാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ വാങ്ങിയതാണ് മോന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഇത് അമ്മയുടെ വക. അമ്മ 2 ബനിയനാണ് അമ്മയും വാങ്ങിയത് മോന് ബർത്ത്ഡേക്ക്. ഒരെണ്ണം ഇതാണ്, പിന്നെ ഒരെണ്ണം ബ്ലാക്ക്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോനിട്ടാലും അത് ചേരും പോലെ തോന്നും. ബ്ലാക്കൊക്കെ എല്ലാവർക്കും ചേരും. ഉണ്ടല്ലേ, ഇത് രണ്ടും അമ്മയുടെ വകയായിട്ട് അമ്മ വാങ്ങിയതാണ്. പിന്നെ 2 ദിവസം മുന്നേ 3 ഇതുപോലത്തെ ടീഷർട്ട് ചേട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേശുവിന്. അത് ഇട്ട്, എന്നാലും അത് പിറന്നാളിനായിട്ട് എടുത്തതല്ല, അതുകൊണ്ട് ഇപ്പം ആളത് വാങ്ങിയില്ല. ചുമ്മാ എല്ലാം കൂടെ വാങ്ങണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് മോൻ്റെ കോസ്റ്റ്യൂം. ചുവപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോൻ ഇടുമ്പം നന്നായിട്ട് ചേരും പോലെ തോന്നും. ചുവപ്പ്, മഞ്ഞ, ബ്ലാക്ക് അതൊക്കെ ആൾക്ക് ചേരും. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും ചേരുന്നത് തന്നെ. ഇതൊക്കെ അമ്മയുടെ അലമാര. അമ്മ ഭയങ്കര നീറ്റായിട്ടാണ് അലമാര സൂക്ഷിക്കണത്. അതുകൊണ്ടില്ലേ, സാരികളൊക്കെ എല്ലാം അടുക്കി പറക്കി എല്ലാം എപ്പോഴും നീറ്റ്നെസ് ആയിട്ട് വെച്ചിരിക്കും. ഇതാ നമ്മളൊക്കെ വന്ന് എന്തെങ്കിലും തൊട്ടാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഭയങ്കര ദേഷ്യമാണ്. ഇതിപ്പോൾ അനന്തുവിൻ്റെ ഡ്രസ്സുകൾ അവൻ വെച്ചിട്ട് പോയതാണ്, അവൻ ഇവിടെ വരുമ്പോൾ ഇടാനുള്ള. അത് മാത്രം കുറച്ച് ഇതായിട്ടുണ്ട്. സാരികളിലൊക്കെ കണ്ടോ, അമ്മ ഇങ്ങനെ പൊന്നു പോലെയാണ് വെച്ചിരിക്കുന്നത്. ഇത് അമ്മയ്ക്ക് വീട്ടിൽ എടുക്കാനുള്ള സാരികളെല്ലാം അമ്മ ആ സെക്ഷനാക്കി വെച്ചിട്ടുണ്ട്. ഇത് അമ്മയ്ക്ക് പുറത്തെടുക്കാനുള്ള സാരികൾ. പിന്നെ അവിടെ കുറച്ച് ബെഡ്ഷീറ്റ്, അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. ഇത് പിന്നെ കുറച്ച് ടിഷ്യൂവും പിന്നെ നമ്മൾ കടയിൽ കുറച്ച് ഫയലൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അമ്മയുടെ അലമാര. പിന്നെ ഇതാ കേശുവിന് തൊപ്പി, പക്ഷേ ഇത് ചെറുതാണ് മോന്. ഇത് പിറന്നാളിന് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് ഒരു തൊപ്പി വാങ്ങണം എന്തായാലും. എൻ്റെ അലമാര കാണണം ഈശ്വര. ഞാനിനി എന്ന് ഇതുപോലെ ഈ അലമാര അടുക്കി പറക്കി വെക്കാൻ പഠിക്കുമെന്ന് എനിക്കറിയില്ല. മിക്കവാറും ഞാൻ അടുക്കി പറക്കി വയ്ക്കും, പക്ഷേ എന്തെങ്കിലും കണ്ടില്ലെങ്കിൽ ഇങ്ങനെ ഇടയെന്ന് വലിച്ചൂരി എടുക്കുമല്ലോ, നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെ വലിച്ചൂരി എടുക്കുമ്പോഴേക്ക് എല്ലാം കൂടെ പിന്നെ ഇങ്ങനെ അടുക്കി വെച്ചാലും ആ വലിച്ചൂരി എടുക്കുമ്പോൾ എല്ലാം കൂടെ താഴെ വന്ന് വീഴും. പിന്നെ സമയമില്ലല്ലോ, എല്ലാം കൂടെ അതുപോലെ അങ്ങ് വെച്ചിട്ട് പോകും. പക്ഷെ അമ്മ ഇങ്ങനെ എല്ലാം അടുക്കി പറക്കി ഒരു ക്ലീൻ ആക്കിയാണ് അമ്മ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ അലമാരയിലൊന്നും സ്ഥലമില്ല മോൻ്റെ ഈ പുതിയ ഡ്രസ്സൊന്നും വെക്കാനായിട്ട്, എല്ലാം കൂടെ വാരി ഇട്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇവിടെയാണ് മോൻ്റെ ഡ്രസ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കടയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ചേട്ടൻ ഇപ്പോൾ വരും വിളിക്കാനായിട്ട്. പിന്നെ ഇത് പോകുമ്പോഴേക്ക് ഇതേപോലെ ഈ ഒരു സെൽഫി സ്റ്റിക്ക് പ്ലസ് ട്രൈപോഡ് ഉണ്ടല്ലോ, ഈ സംഭവം എപ്പോഴും എൻ്റെ ബാഗിൽ കാണും. എപ്പോഴാണ് നമുക്ക് വീഡിയോയ്ക്ക് ആവശ്യം വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇത് എപ്പോഴും എൻ്റെ ബാഗിൽ കാണും. അപ്പോൾ പിന്നെ ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നതാണ്, ചേച്ചി അമ്മയെ കൊണ്ടാണോ മീൻ എപ്പോഴും കട്ട് ചെയ്യിക്കണമെന്ന്. ഞാൻ ചെയ്യിക്കണതല്ല, അമ്മ ചെയ്യണതാണ്. അമ്മ എന്നെ കൊണ്ട് ചെയ്യിക്കൂല. അമ്മയ്ക്ക് അമ്മ തന്നെ മീനെ എല്ലാം ക്ലീനാക്കി എല്ലാം ചെയ്താലേ അമ്മയ്ക്ക് തൃപ്തി വരുള്ളൂ. ഞാൻ ഇനി ക്ലീനാക്കി കഴുകിയാലും അമ്മ പറയും അയ്യോ അത്രയ്ക്ക് വൃത്തിയായില്ല. ഞാനും നല്ല ഇപ്പോഴും ചേച്ചിമാർ ചെയ്താലും അങ്ങനെ തന്നെ അമ്മയ്ക്കൊരു തൃപ്തി വരില്ല. അതുകൊണ്ടാണ് മീനിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ തന്നെ നോക്കുന്നത്. അപ്പോൾ ഇനി ചേച്ചി മീൻ ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായും ഇടും. ഇനിയിപ്പം അടുത്തിൻ്റെ മീൻ വാങ്ങുമ്പോഴേക്ക് ഞാൻ തന്നെ ക്ലീൻ ചെയ്ത വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണെന്ന് തോന്നുന്ന ആൾ ചോദിച്ചത്. അപ്പോൾ മത്തി കിട്ടുകയാണെങ്കിൽ മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ തന്നെ ഇടാം. അപ്പോൾ ഇനി പോകാനായിട്ട് റെഡിയായി. ഇനി ചേട്ടൻ ചോറൊക്കെ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ അധികം പണിയൊന്നും ഇല്ലായിരുന്നു. രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി കൊണ്ടുവരുന്ന ചോറും കഴിച്ചും കൊണ്ട് നേരെ ഇനി കടയിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ ഇനി ക്ലീനിങ് തീർന്നിട്ടില്ല. നമ്മൾ എല്ലാ ദിവസവും തൂത്ത് തുടച്ച് വൃത്തിയാക്കണമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോഴേക്കും നമുക്കറിയാമല്ലോ, നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങുമ്പോഴേക്കും ഫുൾ പൊടിയായിരിക്കും, വീട് മൊത്തം പൊടിയായിരിക്കും. അപ്പോൾ വിചാരിക്കും ഈ എല്ലാ ദിവസവും ഇത് എന്തോ ആണ് ഈ തൂക്കണതെന്ന്. അത് തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ അവസ്ഥ. പിന്നെ എനിക്ക് ഇതിന് ഈ ഒരു കളർ ബ്ലൗസ് പീസ് കിട്ടുമെങ്കിൽ അതിവിടെ വാങ്ങണം, ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ഗോൾഡ് കളറുണ്ട് അതിടാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതും കൂടെയൊക്കെ കൊണ്ടാണ് പോണത്. ഇനി ചോറ് കഴിക്കണം, വേറെ നല്ല വിശപ്പായി. അപ്പോഴേക്കും ചേട്ടൻ ഊണൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഊണൊക്കെ കഴിച്ചിട്ട് കടയിൽ പോയിട്ട് വന്നിട്ടാണ് ഇനി ബാക്കി പരിപാടികൾ.
അപ്പോൾ ഞങ്ങൾ ഇനി ഊണ് കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ കേശുവിൻ്റെ ബർത്ത്ഡേ അപ്ഡേറ്റ്സ് പറ്റുമെങ്കിൽ ഡെയിലി ഇതുപോലെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.